ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ കേക്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. പിന്നെ ഞാൻ ഈ കേക്കിന് ക്രീമോ ബട്ടറോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ കേക്കിന് ഉണ്ടാക്കുന്ന അതേ ബാറ്റർ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിങ്ങോട് കൂടിയിട്ടാണ് ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ കേക്കിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ഒരു ജാറിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിന് പകരം മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വറുത്ത റവ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റവയൊക്കെ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം റവയും പഞ്ചസാരയും കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. റവയൊക്കെ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബാറ്ററിയിൽ നിന്ന് ഒരു കപ്പോളം ഞാൻ ഇപ്പോൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് ഞാൻ കേക്കിൻ്റെ ടോപ്പിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മാറ്റി വയ്ക്കുന്നത്. ബാക്കിയുള്ള ഈ ബാറ്റർ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി ഞാൻ ഈ ബാറ്റർ അരച്ചെടുത്ത ഈ ജാറിലേക്ക് തന്നെ 2 കോഴിമുട്ടയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മുട്ട നമുക്ക് ആ ബാറ്ററിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് ഇതുപോലെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കിട്ടും. അപ്പം ഞാൻ 2 മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയുടെ ആ മണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മുട്ട ഞാൻ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ബാറ്ററിലേക്ക് ഈ മുട്ടയുടെ മിക്സും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം മുട്ടയും ആദ്യം അരച്ചെടുത്ത ആ ബാറ്ററും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതൊക്കെ അളന്നാൽ മതി കേട്ടോ. അപ്പോൾ ആ ഗ്ലാസിൻ്റെ അതേ അളവിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുത്താൽ മതി. ഞാനിത് 250 ml കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ. ഈ മൈദയും കൂടി ഈ ബാറ്ററിൽ ഇട്ടിട്ട് നല്ലപോലെ കട്ടയും തരിയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ആ കേക്കിൻ്റെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ഞാൻ കേക്ക് നന്നായി പൊന്തി വരാനായിട്ട് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ വെച്ചിട്ടായാലും ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ബേക്കിംഗ് പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്താൽ മതി. ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്ന ആ ടൈമിൽ തന്നെ ഞാനിവിടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് 180°C ഒരു 10 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓവനിലെല്ലാം നിങ്ങൾ സാധാരണ ഗ്യാസ് അടുപ്പിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുക്കറിലോ അതല്ലെങ്കിൽ ഫ്രൈങ് പാനിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ പാത്രവും നമ്മൾ ഈ ടൈമിൽ തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. എന്നാലും നമ്മൾ ഈ ബാറ്ററൊക്കെ റെഡിയാക്കി വെക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് കേക്ക് വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാനുള്ള കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ ഈ കേക്ക് ടിന്നിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കേക്ക് ടിന്നിൽ ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഇതിൻ്റെ അടിവശത്തും അതുപോലെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ലപോലെ ഓയിൽ തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അടിഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കാൻ പാകത്തിൽ ഞാനൊരു ബട്ടർ പേപ്പർ മുറിച്ച് വെച്ചിട്ടുണ്ട്. ആ ബട്ടർ പേപ്പറും കൂടി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓയിലൊന്ന് തടവിയതിന് ശേഷം അതിൽ കുറച്ച് മൈദ പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തട്ടി കുടഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിനകത്ത് എയർ ബബിൾസ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇത് മേശപ്പുറത്തൊന്ന് വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനുള്ള എയർ ബബിൾസൊക്കെ പോയി കിട്ടും.
ഇനി കേക്ക് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഞാനിത് 170 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കുന്നത്. അതൊരു അരമണിക്കൂറത്തെ നേരത്തേക്ക് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ചിലപ്പോൾ അരമണിക്കൂർ വേണ്ടി വരില്ല, അതിന് മുമ്പേ റെഡി ആവും. അപ്പോൾ ഞാൻ കറക്റ്റ് എത്ര സമയം എടുത്തു എന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യുന്ന നേരം കൊണ്ട് അതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനിലേക്ക് ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് പഞ്ചസാരയ്ക്ക് ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന പോലെ അതൊരു നൂൽപ്പാകം ആവുന്നത് വരെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ആ ഷുഗർ നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ നന്നായി അലിഞ്ഞ് വെള്ളം നന്നായി തിളച്ച് വരുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ, അത്രയും മതിയാവും കേട്ടോ. ഇതിപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 30 മിനിറ്റ് സമയം വേണ്ടി വന്നില്ല, ഒരു 20 മിനിറ്റിനുള്ളിൽ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കേക്ക് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ ടിന്നിൽ നിന്ന് അതൊന്ന് പുറത്തേക്ക് എടുക്കാം. നമ്മൾ ഈ കേക്കിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള ഈ ബട്ടർ പേപ്പർ ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. കേക്ക് ഇപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേക്ക് വീണ്ടും ഈ കേക്ക് ടിന്നിലേക്ക് തന്നെ വെക്കുകയാണ്. അത് വേറെ ഒന്നിനല്ല, നമ്മൾ ഷുഗർ സിറപ്പ് ഇതിനകത്ത് ഒഴിക്കുമ്പോൾ അത് പുറത്തേക്ക് ഒലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ കേക്ക് ടിന്നിലേക്ക് തന്നെ വെക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വക്കുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് മുഴുവനായിട്ടും ഈ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കേക്ക് നന്നായി ചൂടാറിയതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പിങ്ങിലേക്കുള്ള ക്രീം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കപ്പ് ബാറ്ററാണ്. അത് ഞാൻ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു അര കപ്പും കൂടി പാല് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂണും കൂടി വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും നല്ല കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പാൽപ്പൊടി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയായിരിക്കും. പിന്നെ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം കൂടുതൽ ചേർക്കാം കേട്ടോ ഈ സമയത്ത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ, കാരണം നമ്മളിത് ഈ ബാറ്റർ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് പോവും ചൂട് കൂടി കഴിഞ്ഞാൽ. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ ചെറുതായി കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി നന്നായിട്ട് തിക്കായിട്ട് വരുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ കുറച്ച് നല്ലോണം തിക്കായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ ഇതൊന്നും കൂടി തിക്കാവും കേട്ടോ. അപ്പോൾ ഒരുപാട് ഇനി കട്ടിയാക്കാൻ നിൽക്കണ്ട. ഞാൻ ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് അതുപോലെ തന്നെ ഒരുപാട് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യരുത്. ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മളിത് കേക്കിലേക്ക് ആക്കി കൊടുത്താലേ അത് കേക്കിൽ നല്ലപോലെ സെറ്റ് ആവുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോവും ചൂടാറുമ്പോഴേക്കും. കേക്ക് ഞാനിത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതുമേക്ക് നമുക്ക് ഈ ക്രീമും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. ഈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഷുഗർ ക്രിസ്റ്റൽസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഈ കേക്ക് എന്നിട്ട് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.